നെക്സ്റ്റ് വൺ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറന്റ് അഫെയർ നോട്ട്. നാഷണൽ ബാങ്ക് ഫോർ ഫൈനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. എന്തായിരിക്കും പേര് തന്നെ പറയും. ഇങ്ങനെ ഒരു ആശയം ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്തായിരിക്കും കാരണം? ട്രഡീഷണൽ ബാങ്ക്സിന്റെ പ്രധാന പ്രശ്നം എന്താ? അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച്. ട്രഡീഷണൽ ബാങ്കിന്റെ ലയബിലിറ്റീസ് ഒക്കെ മോസ്റ്റ് ഓഫ് ദം ആർ ഷോർട്ട് ടൈം ഇൻ നേച്ചർ. ലയബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചറിന് അവര് ലോൺ കൊടുത്തതിന് എന്താ ഉണ്ടാവുക? ലോങ് ടൈമിലേക്ക് ആയിരിക്കും അവരുടെ അസറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു ആശയം കൊണ്ടുവരാണ്. ട്രഡീഷണൽ ബാങ്ക്സ് തൽക്കാലം എന്ത് ചെയ്യും? ഷോർട്ട് ടൈം ലോൺസിലേക്ക് ഫോക്കസ് ചെയ്യും. ഞങ്ങൾ എന്ത് ചെയ്യുക? പുതിയൊരു ബാങ്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാണ്. ആ ബാങ്കിന്റെ പേരാണ് എന്ത്? വായിച്ച ബാങ്കിന്റെ പേരാണ് നാഷണൽ ബാങ്ക് ഫോർ ഫൈനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇവരെന്ത് ചെയ്തോളും? സ്പെസിഫിക്കലി ഇൻഫ്രാസ്ട്രക്ചറിന് ലോണ് കൊടുക്കുന്ന കാര്യം ആര് നോക്കിക്കോളും? ഇവര് നോക്കിക്കോളും. അപ്പൊ ഇവർക്ക് എവിടെ നിന്നായിരിക്കും ഫണ്ട് വരാം? ഇവരെന്ത് ചെയ്യും? മാർക്കറ്റില് കുറെ ഫണ്ട് എവിടെ നിന്ന് വരും? ഇനീഷ്യലി ഗവൺമെന്റ് പൈസ ഇറക്കും. ഇനീഷ്യലി ഗവൺമെന്റ് എത്ര ഇറക്കും? 100% പൈസ ഗവൺമെന്റ് ഇറക്കും. ഓവർ ദി പീരീഡ് ഗവൺമെന്റ് അതിന്റെ ഷെയർ വിറ്റ് ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് എത്രയാക്കി കുറയ്ക്കും? 26% ആക്കി കുറയ്ക്കും. അഡീഷണൽ ക്യാപിറ്റലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? NABFD എന്ന് പറയുന്നത് ബോണ്ട് ഇറക്കും മാർക്കറ്റില്. ഏത് ടൈപ്പ് ബോണ്ട്? ഷോർട്ട് ടൈം അല്ല ഇറക്കാം. എന്തിറക്കാൻ പോണ്? ലോങ് ടൈം ബോണ്ട്. ചില ഗവൺമെന്റ് ബോണ്ടുകളുടെ കാലാവധി നമുക്കറിയാം എത്ര വർഷം വരെ പോണതുണ്ട്? 40 വർഷം വരെ പോണതുണ്ട്. ഇപ്പൊ NABFID എന്ത് ചെയ്യും? ലോങ്ങർ ടൈമിലേക്കുള്ള ബോണ്ട് ഇറക്കും. ഇപ്പൊ എന്താണ്? NABFIDയുടെ ലയബിലിറ്റിയും ലോങ് ടൈം ആണ്. അവര് ലോൺ കൊടുക്കാച്ച അവരുടെ അസറ്റും ലോങ് ടൈം ആണ്. അസറ്റ് ലയബിലിറ്റി മിസ്മാച്ചിനുള്ള ചാൻസസ് കുറവല്ലേ? ഇത്തരത്തില് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അൾട്ടിമേറ്റ്ലി എക്കണോമിക് ഗ്രോത്ത് നടക്കണമെങ്കിൽ എന്ത് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ? ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. ഒരു കമ്പനി നമ്മുടെ നാട്ടിൽ വന്ന് അവരുടെ ഒരു ഔട്ട്ലെറ്റ് ഫോം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു യൂണിറ്റ് ഫോം ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ എന്താ? നമ്മുടെ നാട്ടിൽ നല്ല റോഡ് വേണം, എയർപോർട്ട് വേണം, റെയിൽവേ നെറ്റ്വർക്ക് വേണം, ബ്രിഡ്ജസ് വേണം, ഈ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനുള്ള ഫെസിലിറ്റീസ് വേണം. എല്ലാം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലല്ലേ അവർ നമ്മുടെ നാട്ടിൽ വരുള്ളൂ. ഈ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇന്ത്യക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. ഇന്ത്യയുടെ GDP $5 ട്രില്യൺ എക്കണോമിയാക്കി മാറ്റാൻ. ഇതൊക്കെ നമ്മൾ മെയിൻസിൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ദിസ് പർട്ടിക്കുലർ ഐഡിയാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു റിയലൈസ് ദി ഡ്രീം ഓഫ് ഇന്ത്യസ് $5 ട്രില്യൺ എക്കണോമി എന്നൊക്കെ നമ്മളിങ്ങനെ കൺക്ലൂഷനിൽ എഴുതും. അപ്പൊ ഇത്രയും വലിയൊരു ടാർഗറ്റ് നമ്മുടെ എക്കണോമി അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ട കണ്ടീഷൻ എന്താ? വി നീഡ് ലോട്ട്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ ആ ഇൻഫ്രാസ്ട്രക്ചറിന് ഫൈനാൻസ് ചെയ്യാൻ ട്രഡീഷണൽ ബാങ്ക്സിന് മടിയാണ്. എന്താ കാരണം? എഗെയിൻ അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച്. ആ പ്രശ്നം പരിഹരിക്കാൻ വന്നിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ആണ് നാഷണൽ ബാങ്ക് ഫോർ ഫൈനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. അപ്പൊ അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച് വന്നൂടെ എന്നാണ്. അതിനുള്ള ആൻസർ ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഇവര് പ്രധാനമായിട്ടും അസറ്റ് നിങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് എടുക്കില്ല. റീറ്റെയിൽ കസ്റ്റമേഴ്സിൽ നിന്ന് ഇവർ ഡെപ്പോസിറ്റ് എടുക്കില്ല. ഇവരെങ്ങനെയാണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫൈനാൻസസ് അക്വയർ ചെയ്യുന്നത്? ദേ വിൽ ഇഷ്യൂ ലോങ് ടൈം ബോണ്ട്. ഇതിന്റെ ഉള്ളിൽ ആരുണ്ട്? ഗവൺമെന്റ് ഓണർഷിപ്പ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷന് ട്രസ്റ്റ് വന്നില്ലേ? ഗവൺമെന്റ് ഓണർഷിപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. ആളുകൾ ഒബ്വിയസ്ലി വാങ്ങും. ലോങ് ടൈമിലേക്ക് ആളുകൾ അത് വാങ്ങിയിടും. അസറ്റും ലോങ് ടൈം ആണ്, ലയബിലിറ്റിയും ലോങ് ടൈം ആണ്. ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ഫണ്ടിങ്. സോ ഇറ്റ് വിൽ ഇംപ്രൂവ് അവർ എക്കണോമിക് ഡെവലപ്മെന്റ്. ക്ലിയർ ആണല്ലോ? ഒന്ന് വായിച്ചു നോക്ക്. ഫങ്ഷൻസ് ഓഫ് NABFID. കൺസെപ്റ്റ് മാത്രം ക്ലിയർ ആയി പോവാടാ. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. റെഡ്യൂസിങ് ഗവൺമെന്റ് ഓണർഷിപ്പ്. അതെ, പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ആളുകൾ വരും. ബെറ്റർ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് വരും. ഗവൺമെന്റ് മൈനോറിറ്റി സ്റ്റേക്ക് ഉള്ളൂ. മെജോറിറ്റി സ്റ്റേക്ക് പ്രൈവറ്റിനാണ്. ദേ വിൽ കം വിത്ത് ബെറ്റർ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്. സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ദി വർക്കിംഗ് ഓഫ് NABFID. അതാണ് അതിന്റെ കാരണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ബെനിഫിറ്റ് കൺസേൺ. ജസ്റ്റ് വായിച്ചു വിടാം കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വിടാം.
ഇൻഫ്രാസ്ട്രക്ചറിന് മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലാണ് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലാണ് എംപ്ലോയ്മെന്റ് ഉണ്ടാവുള്ളൂ. എംപ്ലോയ്മെന്റ് ഉണ്ടായാലാണ് എക്കണോമിയിൽ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ബേർഡൻ ഓൺ ദി ബാങ്കിങ് വിൽ കം ഡൗൺ. ട്രഡീഷണൽ ബാങ്ക്സിന് ഇനി ലോങ് ടൈം ലോൺസ് കൊടുക്കേണ്ടത് ആര് ടേക്ക് കെയർ ചെയ്തോളും? NABFID ടേക്ക് കെയർ ചെയ്തോളും. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു പ്രൊമോട്ട് വിർച്വസ് സൈക്കിൾ. വിർച്വസ് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ ഓർക്കുന്നുണ്ടോ? എന്താ നമ്മുടെ ബിസിനസ് സൈക്കിള്? ഗ്രോത്ത്, സ്ലോ ഡൗൺ, റിസഷൻ, റിക്കവറി. ആ ബിസിനസ് സൈക്കിള് ഗ്രോത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യും? NABFID അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ ഹെൽപ്പ് ചെയ്യും. കൺസേൺസ്, ലാൻഡ് അക്യൂസിഷൻ. നമ്മൾ എത്ര ലോൺ കൊടുത്തിട്ട് എന്താ കാരണം? ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആദ്യത്തെ ഹേർഡിൽ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അക്യൂസിഷൻ ഓഫ് ലാൻഡ്. അതാണ് നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം. ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു ഹൈവേ അല്ലെങ്കിൽ സിൽവർ ലൈൻ എന്ന് പറയുന്ന ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? ഐഡിയയിലെ ആശയം കൊള്ളാം. ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൽ അതെന്താ വർക്ക് ആവാത്ത കാരണം? വി ഡോണ്ട് ഹാവ് ഇനഫ് ലാൻഡ് അല്ലെ? ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലുള്ള സ്റ്റേറ്റ് ആണ് കേരളം. വാട്ട് ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി? ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ് ആർ റിസൈഡിങ് ഇൻ പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു ചെറിയ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് കേരളത്തിലാണ്. എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു ഇൻഫ്രയ്ക്ക് ഏറ്റെടുക്കാൻ സ്ഥലമില്ലാത്ത പ്രശ്നം. സോ ദാറ്റ് കൺസേൺ വോണ്ട് ബി അഡ്രസ്ഡ് ബൈ ഓൺലി പ്രൊവിഷൻ ഓഫ് ഫൈനാൻസസ്. കാശ് കൊടുത്തതുകൊണ്ട് മാത്രം ലാൻഡ് അക്യൂസിയേഷൻ നടക്കണം എന്നില്ല. പ്രധാന പ്രശ്നം ഇന്ത്യക്ക് ഇപ്പോഴും ഇന്ത്യയിൽ ലാൻഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഓരോ സ്റ്റേറ്റിലും ലാൻഡ് അക്വയർ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ലോയാണ്. അതേപോലെ ലാൻഡ് ടൈറ്റിൽസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇപ്പോഴും എന്തല്ല ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള. ഇതൊക്കെയാണ് ഫർദർ ഇഷ്യൂസ് കേട്ടോ. അവിടെ നിൽക്കട്ടെ. ഹൗ ടു ഫൈൻഡ് ബാങ്കബിൾ ഇൻഫ്ര. വെറുതെ ഇൻഫ്രാസ്ട്രക്ചറിന് പൈസ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ആ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഫിറ്റബിൾ ആവുന്നോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? NABFID വെറുതെ ലോൺ കൊടുത്തിട്ട് കാര്യമില്ല. അവരുടെ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? ഓൺ പ്രോപ്പർ റിട്ടേൺ ഓഫ് ലോൺ അല്ലെ? എല്ലാ NABFIDയുടെയും ലോൺസ് NPA ആയി കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. അപ്പൊ ഇതിൽ ഏതൊക്കെ ഇൻഫ്രാ പ്രൊജക്റ്റ് ആണ് പ്രോഫിറ്റബിൾ ആവുക, ഏതൊക്കെ അൺപ്രോഫിറ്റബിൾ ആണ്, ഇതറിയാനുള്ള മെക്കാനിസം എക്സ്പെർട്ടൈസ് ഒന്നും ആർക്കും ഉണ്ടാവണം എന്നില്ല. NABFIDയിലെ മെമ്പേഴ്സിന് ഉണ്ടാവണം എന്നില്ല. ബോണ്ട് മാർക്കറ്റ്സ് ആർ നോട്ട് ഡീപ്പ് ഇനഫ്. ഇന്ത്യയിൽ നമ്മളാണെങ്കിൽ ഇപ്പൊ കസ്റ്റമേഴ്സ് കയ്യിൽ എക്സ്ട്രാ കാശ് വന്നാൽ നമ്മൾ സാധാരണ എവിടെ കൊണ്ടുപോയി ഇടുള്ളൂ? ബാങ്കിലല്ലേ. കൂടുതൽ ആളുകൾ ബോണ്ടിൽ അല്ലെങ്കിൽ ഷെയറിൽ ഇടുന്നതൊന്നും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടൊന്നുമില്ല. വെരി റീസെന്റ് ഡേയ്സിലാണ് കുറച്ചും കൂടി ആളുകൾ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷെയറുകൾ വാങ്ങുക വിൽക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ബോണ്ട് മാർക്കറ്റ് ഒന്നും അത്ര ഡീപ്ലി ഡെവലപ്പ് ചെയ്തിട്ടില്ല. ബോണ്ട് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്താലാണ് ആർക്ക് അഡ്വാൻറ്റേജ് ഉള്ളൂ? NABFIDക്ക് ക്യാപിറ്റൽ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഫൈനൽ വൺ, ഗവൺമെന്റ് ക്ലിയറൻസസ്. സ്ഥലം ഏറ്റെടുത്തു, കാശ് കിട്ടി, ഗവൺമെന്റ് അപ്രൂവൽ ഉണ്ടെങ്കിൽ അല്ലേ ഇൻഫ്ര ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദർ ആർ ലോട്ട്സ് ഓഫ് ഇഷ്യൂ റിഗാർഡിംഗ് ഗവൺമെന്റ് ക്ലിയറൻസസ്. സ്മോൾ ഫിനാൻസ് ബാങ്ക്. അപ്പൊ നമ്മളിത് നബാർഡ് പഠിച്ചു, RRB പഠിച്ചു, പേയ്മെന്റ് ബാങ്ക് പഠിച്ചു, NABFID പഠിച്ചു. നെക്സ്റ്റ് വൺ SFB, സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഈ സ്മോൾ ഫിനാൻസ് ബാങ്കും വെരി സിമിലർ ടു നമ്മുടെ പേയ്മെന്റ് ബാങ്ക്സ് തന്നെയാണ്. പക്ഷെ പേയ്മെന്റ് ബാങ്ക്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 200 crore ആണ്. സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ക്യാപിറ്റൽ മിനിമം സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്യാപിറ്റൽ 200 കോടിയാണ്. പേയ്മെന്റ് ബാങ്കോ 100 crore ആയിരുന്നു അല്ലെ? ഇവിടെയും മെയിൻ ഉദ്ദേശങ്ങൾ എന്തൊക്കെ തന്നെയാണ്? പ്രൊവിഷൻ ഓഫ് സേവിങ്സ് വെഹിക്കിൾ. സാധാരണക്കാരിൽ നിന്ന് അല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അവരുടെ എക്സ്ട്രാ സേവിങ്സ് ബാങ്കിലേക്ക് എത്തിക്കുക എന്നതാണ് ആശയം. സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ടു സ്മോൾ ബിസിനസ് യൂണിറ്റ്, മാർജിനൽ ഫാർമേഴ്സ്, MSME, അൺഓർഗനൈസ്ഡ് സെക്ടർ. ഹൈ റിസ്ക് ആയിട്ടുള്ള ഏരിയാസിലേക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുക? കൂടുതൽ ലോൺസ് എത്തിക്കുക. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി പ്രൊവൈഡഡ്. അടുത്ത പ്രധാന വ്യത്യാസം പേയ്മെന്റ് ബാങ്കും SFBയും. പേയ്മെന്റ് ബാങ്കിൽ FDI അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് അല്ല. സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണെങ്കിൽ അവിടെ എന്താണ്? സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ബാങ്കിന്റെ ചെറിയൊരു സെറ്റപ്പ്. പക്ഷെ പേയ്മെന്റ് ബാങ്ക്സിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അവർക്ക് എന്താ ഡെപ്പോസിറ്റ് എടുക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് എന്ത്? പേയ്മെന്റ് ബാങ്ക്സ്. SFB ആണെങ്കിൽ ഒരു ട്രഡീഷണൽ ബാങ്കിന്റെ ഒരു മിനിയേച്ചർ ഫോം, അത്രേ ഉള്ളൂ. സോ ട്രഡീഷണൽ ബാങ്ക് ആണെങ്കിലും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് ആണ്. SFB ആണെങ്കിൽ ഫോറിൻ
SFB പേയ്മെന്റ് ബാങ്ക് അല്ലേ സിമിലാരിറ്റി ഉള്ള, അതുകൊണ്ടാണ് കേട്ടോ കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നത്. പേയ്മെന്റ് ബാങ്കിന് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് അല്ല, SFB ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് ആണ്. പേയ്മെന്റ് ബാങ്ക് ആണെങ്കിൽ മിനിമം ക്യാപിറ്റൽ 100 crore ആണ്. SFB ആണെങ്കിൽ മിനിമം ക്യാപിറ്റൽ 200 crore ആണ്. SFB എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ബാങ്കിന്റെ മിനിയേച്ചർ ഫോം ആണ്. ഓക്കെ അല്ലേ? കോമണാലിറ്റി എന്ന് പറയുന്നത് രണ്ടും എന്താണ്, ഇതിന് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്താ, രണ്ടുപേരും എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഓക്കെ അല്ലേ? ഫംഗ്ഷൻ ദേ വിൽ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. ഇവിടെ ഡെപ്പോസിറ്റിന് എന്തെങ്കിലും ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പേയ്മെന്റ് ബാങ്ക് ആണെങ്കിൽ ഡെപ്പോസിറ്റ് ലിമിറ്റ് ഈസ് 2 lakh per customer. ഇവിടെ എന്തല്ല, ഡെപ്പോസിറ്റിന് ലിമിറ്റ് ഇല്ല. ഓക്കെ അല്ല? ഇനി ഇവിടെയും എന്തുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് നോക്കിയേ. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണ്, പേയ്മെന്റ് ബാങ്ക്സ്, വൈ പേയ്മെന്റ് ബാങ്ക്സ് ആർ ക്രിയേറ്റഡ്. എന്താ കാരണം, 75% ലോണുകൾ എന്തിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യണം, PSL വേണ്ടി പ്രൊവൈഡ് ചെയ്യണം. എഗെയിൻ ഒരു ട്രഡീഷണലിൽ നിന്ന് ഡെപ്പോസിറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിവിടെ എന്ത് ബാധകമാണ്, CRR SLR ബാധകമാണ്. ഓക്കെ അല്ലേ? ഇതൊരു തവണ നിങ്ങൾ റിവിഷനും കൂടി ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ഒരു ക്ലാരിറ്റി കിട്ടും കേട്ടോ. ഇപ്പൊ നോക്കുമ്പോ കുറെ ടൈപ്പ് ബാങ്കുകൾ, SFB ഒക്കെ റീസെന്റ് ഡെവലപ്മെന്റ്സ് ആണ് കേട്ടോ. What are the general issues regarding banking sector? First one, lack of specialized long-term lenders. ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള ആളുകൾക്ക് ലെൻഡ് ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി കുറവാണ്. നാപ്ഫിഡ് ഉണ്ട്, പക്ഷെ അത് ഇപ്പോഴും കാര്യമായിട്ട് വർക്കിംഗ് ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ. ഗവൺമെന്റ് വെരി റീസെന്റിലാണ് നാപ്ഫിഡ് ഫോം ചെയ്തിട്ടുള്ളൂ, അത് ഇപ്പോഴും ഫുള്ളി വർക്കിംഗ് അല്ല. സെക്കൻഡ് ഇഷ്യൂ എന്താ, നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അസറ്റ് ലയബിലിറ്റി മിസ്മാച്ച്, NPA. ഇതൊക്കെയാണ് ബാങ്കിങ് സെക്ടറിന്റെ പ്രധാന പ്രശ്നങ്ങൾ. ഈ ബാങ്കിങ് സെക്ടറിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തത് ഗവൺമെന്റ് എന്ത് ചെയ്യും, ഈ ബാങ്കിങ് സെക്ടറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പല കമ്മിറ്റീസിനെ റെക്കമെൻഡ് ചെയ്യും. സോ RBI ഗവർണർ ആയിട്ടുള്ള PV നരസിംഹം എന്ന് പറയുന്ന ആളുടെ പേരിൽ 2 കമ്മിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് ജനറലി ഫൈനാൻഷ്യൽ സെക്ടറിനാണ്. രണ്ടാമത്തെ കമ്മിറ്റി സ്പെസിഫിക്കലി ബാങ്കിങ് സെക്ടറിനാണ്. ഈ കമ്മിറ്റീസിനെ നമ്മൾ പറയാം നരസിംഹം 1 കമ്മിറ്റി, നരസിംഹം 2 കമ്മിറ്റി എന്ന് പറയും. ഇപ്പൊ ഇതിൽ ആദ്യത്തെ കമ്മിറ്റി അല്ലെങ്കിൽ നരസിംഹം 1 കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത് പോസ്റ്റ് LPG റിഫോംസ് ആണ്. പോസ്റ്റ് LPG റിഫോംസിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് എന്ത് വരാൻ വേണ്ടി തുടങ്ങി, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരാൻ തുടങ്ങി. ഇപ്പൊ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരാൻ തുടങ്ങുമ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടാവും, വിദേശത്തുള്ള ബാങ്കുകൾ ഇന്ത്യയിൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യില്ലേ. ഇപ്പൊ ഫോറിൻ ബാങ്കുകളുടെ ബ്രാഞ്ചസ് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിലെ നാഷണലൈസ് ചെയ്ത ബാങ്കുകളൊക്കെ പതുക്കെ പതുക്കെ ഷെയർ സെല്ല് ചെയ്ത് പ്രൈവറ്റ് ബാങ്ക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഇത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം റിഫോംസ് ആണ് ബാങ്കിങ് സെക്ടറിൽ കൊണ്ടുവന്നത് എന്നാണ് നരസിംഹം 1 കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് ഗോ ത്രൂ ദാറ്റ്. After 1991, India's financial sector and banking sector had to evolve, adapt to global condition. After 1991, economy is privatized, but lending is majorly in the hands of PSBs. എന്തുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് ഓവർ ദി ടൈം കുറച്ചു കൊണ്ടുവരാനുള്ള കാരണം, നമ്മുടെ ഇന്ത്യയിലെ NPA എക്സാക്ട് വാല്യൂ എനിക്ക് ഓർമ്മയില്ല, ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടറിന്റെ NPA എന്ന് പറയുന്നത് 30 to 40% NPA ആണ്. ഇതിൽ പ്രൈവറ്റ് സെക്ടറിൽ ജസ്റ്റ് 8 to 9% ഉള്ളൂ. ഹയർ പെർസെൻറ്റേജും ആരുടെ കയ്യിലാണ്, പബ്ലിക് സെക്ടറിന്റെ കയ്യിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ വർക്കിംഗ് ഇൻഎഫിഷ്യന്റ്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഓവർ ദി പീരിയഡ് PSBസിലെ ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് കുറച്ച് അതിനെ എന്താക്കി കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? 2 committees were set up for the purpose. One is in 1991 and another one in 1997. First one എന്തിനെ കുറിച്ചാണ്, ജനറൽ റെക്കമെൻഡേഷൻ ആണ്, ഫൈനാൻഷ്യൽ സെക്ടർ ഇംപ്രൂവ് ചെയ്യാൻ. സെക്കൻഡ് കമ്മിറ്റിയാണ് സ്പെസിഫിക്കലി എന്തിനെ ഫോക്കസ് ചെയ്യുന്നത്, ബാങ്കിങ് സെക്ടറിനെ ഫോക്കസ് ചെയ്യുന്നത്. ഹീസ് എ ഫോമർ ഗവർണർ ഓഫ് RBI. നരസിംഹം 1 കമ്മിറ്റി റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ നരസിംഹം കമ്മിറ്റി 1 റെക്കമെൻഡേഷൻ എന്താണ്, ജസ്റ്റ് വായിക്കുക. നോ ഫർദർ ബ്രാഞ്ച് ലൈസൻസിങ്. പുതിയ ബാങ്കിന്റെ ബ്രാഞ്ച് ഫോക്കസ് ചെയ്യരുത്, മറിച്ച് ഓൾറെഡി ഉള്ള ബാങ്ക് ബ്രാഞ്ചസിന്റെ വർക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. റെക്കമെൻഡേഷൻസ് ഒന്ന് മനസ്സിലാക്കി. നോ ഫർദർ നാഷണലൈസേഷൻ. എന്താണ് അതിന്റെ മീനിങ്, ഓൾറെഡി ഉള്ള ബാക്കി പ്രൈവറ്റ് ബാങ്കുകളെ പിടിച്ച് ഗവൺമെന്റ് ആക്കരുത്. എന്ത് വേണം ചെയ്യാൻ, ഓൾറെഡി ഉള്ള ഗവൺമെന്റ് ബാങ്കുകളെ ഓവർ ദി പീരിയഡ് പ്രൈവറ്റൈസ് ചെയ്യാണ് വേണ്ടത്.
PSL to be brought down to 10%. ഗവൺമെന്റ് ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. PSL 40 എന്നുള്ളത് 10 കുറച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ ഹൈ റിസ്ക് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ലോൺ വേണ്ട ആളുകളിലേക്കൊന്നും എന്തെത്തില്ല, ലോൺ എത്തില്ല. ദേ വിൽ ബി അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് മണി ലെൻഡേഴ്സ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് വരും. ഗവൺമെന്റ് ഇത് ഒരിക്കലും എടുക്കാൻ സാധ്യതയില്ല. കാരണം ഫാർമേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് ഉണ്ടായാൽ തന്നെ ഒരു ആശയം പിൻവലിക്കും. ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തു. ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. ഇത് നല്ലൊരു ആശയമാണ്. ഫേസ്ഡ് റിഡക്ഷൻ ഓഫ് SLR ആൻഡ് CRR. SLR CRR കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? മിക്കവാറും ഡെവലപ്പിംഗ് എക്കണോമീസിൽ കമ്പയർ ചെയ്തതിന് ഇന്ത്യയിലാണ് SLR CRR അത്യാവശ്യം ഹയർ ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത്. SLR CRR ഹൈ ആയിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ബാങ്കിന് ലോൺ കൊടുക്കാനുള്ള എമൗണ്ട് ഡിക്രീസ് ചെയ്യും. എമൗണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അവർ എന്ത് ചെയ്യും? ഹയർ ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്യും? ലോൺ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങും. സോ ഇറ്റ് വിൽ അഫക്ട് ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ അവർ കൺട്രി. സോ നരസിംഹം കമ്മിറ്റി റെക്കമെൻഡഡ് ദാറ്റ് ഫേസ്ഡ് റിഡക്ഷൻ, ഒറ്റയടിക്ക് കുറയ്ക്കാനല്ല, ഇപ്പൊ ഒരു 18% ആണ് SLR എങ്കിൽ അതിനൊരു 17.5, 17, 16, 16 അങ്ങനെ കുറച്ച് ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടിലേക്ക് കൊണ്ടുവരണം എന്നൊരു റെക്കമെൻഡേഷൻ വന്നു. വർഷം 1991 ആണ് കേട്ടോ. ഇപ്പൊ ഇത് കേട്ടുമ്പോ നമ്മൾ ചിരിക്കരുത്. കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ബാങ്ക്, എഴുത്തുകുത്ത് പരിപാടികൾക്ക് പകരം എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തതിന് എഫിഷ്യൻസി പാർട്ട് വിൽ ബി അഡ്രസ്ഡ്. നമ്പർ ഓഫ് എംപ്ലോയീസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഓപ്പറേഷണൽ റിസ്ക് അഡ്രസ്സിംഗ്, ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ. ഇപ്പൊ നരസിംഹം 1 കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് 1997 എന്ത് വന്ന ആള് എപ്പ റെക്കമെൻഡ് ചെയ്തതാ? 1991 ഫോം ചെയ്തത് 1997 നമ്മുടെ DRT ഫോം ചെയ്തത്. ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു എന്ന് വിചാരിക്കും. ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽസ് ഇൻ ഇന്ത്യ ആർ ഫോംഡ് അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻ ഓഫ് നരസിംഹം 2 കമ്മിറ്റി. തെറ്റാണോ ശരിയാണോ? നമ്മൾ നരസിംഹം കണ്ടു എന്ന് വിചാരിച്ച് ഉത്തരം അറ്റൻഡ് ചെയ്യരുത്. നരസിംഹം 1 കമ്മിറ്റി ഉണ്ട്, 2 കമ്മിറ്റി ഉണ്ട്. 1 കമ്മിറ്റിയാണ് എന്ത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്? DRT റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും തെറ്റിപ്പോരുത് കേട്ടോ, അറിയാവുന്നതായിരിക്കും. പല കുട്ടികളും ഇപ്പോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അവർക്ക് പല പ്രോഗ്രാംസുകൾ നടക്കുന്നുണ്ട്, റീസ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വർഷം പ്രിലിമിനറി കിട്ടാത്ത കുട്ടികൾക്കുള്ള ഒരു സ്കീമുകൾ. പിന്നെ ഞാൻ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പല ആളുകളുടെ പ്രശ്നം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് അവരൊക്കെ പ്രിലിംസ് പാസ്സാവേണ്ട ആളുകളാണ്. എക്സാമിനേഷൻ ഹോളില് ഇതേപോലെ ചെറിയ കാര്യങ്ങൾ മിസ് ചെയ്തു. ആക്ച്വലി നിങ്ങൾക്ക് ഇത് അറിയാത്ത കാര്യമല്ലല്ലോ. നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 ആണോ 2 ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ അത് അറിയാത്ത പ്രശ്നമല്ല. അതെന്താണ്? നമ്മളവിടെ കെയർലെസ്നെസ് കൊണ്ട് നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്നു. ഇത്തരത്തില് 1, 2 ചോദ്യം തെറ്റിയത് കൊണ്ട് പ്രിലിംസ് പാസ്സാവാത്ത ആളുകളുണ്ട്. അപ്പോ ശ്രദ്ധിച്ച് എപ്പോഴും നിങ്ങൾ ഉത്തരം എഴുതണം. നരസിംഹം കമ്മിറ്റിന്ന് കണ്ടതും ചാടി വീഴരുത്. അതിൽ 2 ഡിവിഷൻ ഉണ്ട് എന്നറിയാം. ഇനി അതേപോലെ കൗണ്ടർ സൈക്ലിക്കൽ പോളിസിന്ന് കാണുമ്പോൾ തന്നെ ചാടി വീഴരുത്. അതിൽ ഫിസിക്കൽ പോളിസി ഉണ്ടാവും, മോണറ്ററി പോളിസി ഉണ്ടാവും. ചിലപ്പോൾ ചോദ്യം ചോദിച്ചിട്ടുള്ളത് മോണറ്ററി പോളിസി മാത്രമായിരിക്കും. ശരിയല്ലേ? അതേപോലെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ആണോ ഗ്രോത്ത് ആണോ എന്താണ് ചോദ്യം വെച്ചാൽ അതിനനുസരിച്ച് വേണം പോളിസീസ് നമ്മൾ എടുക്കാൻ. ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുന്ന പല പോളിസിയും ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഇനി ഗ്രോത്ത് ഫോക്കസ് ചെയ്യുന്ന പല പോളിസി ഇൻഫ്ലേഷൻ കൂട്ടാനാണ് സാധ്യത. അപ്പൊ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ട് മാത്രമാണ് നിങ്ങൾ ആ ഉത്തരത്തിലേക്ക് എത്താൻ പാടുള്ളൂ. ടൈം ആയില്ലേ? നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ജസ്റ്റ് ഇതും കൂടി വായിക്കാം. നരസിംഹം 2 നെക്സ്റ്റ് ഡേ എടുക്കാം. സെറ്റിംഗ് അപ്പ് ഓഫ് ARCs ഫെമിലിയർ അല്ലേ? പ്രൈവറ്റ് സെക്ടർ എൻട്രി ടു ബി അലൗഡ്. പ്രൈവറ്റ് ബാങ്ക്സിനെ അലൗ ചെയ്യണം. ബാങ്ക് ഷുഡ് ബി അലൗഡ് ടു റേസ് ദി ക്യാപിറ്റൽ ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഓണർഷിപ്പ് സെല് ചെയ്തിട്ട് പൈസ അവര് ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യണം. നരസിംഹം 2 നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. വൈൻഡപ്പ് ചെയ്യാണ്. നരസിംഹം 2 അടുത്ത ക്ലാസ്സിൽ എടുക്കുക. 2 or 3 സ്ലൈഡ് ഉള്ളൂ, ചാപ്റ്റർ തീരും. PYQs അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തുടങ്ങും. ഓക്കെ, താങ്ക് യു. സാർ 1-2 ഡൗട്ട് ഉണ്ടായിരുന്നു, ചോദിക്കട്ടെ? പെട്ടെന്ന് ചോദിക്കുക കേട്ടോ. ഓക്കെ. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞല്ലോ, അതെന്താ ഇക്വിറ്റി? ഇക്വിറ്റിയും ഷെയറും സിമിലർ ഇൻസ്ട്രുമെന്റ് ആണ്. ഇക്വിറ്റി ആണെങ്കിൽ ഷെയർ ആണെങ്കിൽ ഒരു കമ്പനി അതിന്റെ ഓണർഷിപ്പ് വിൽക്കുന്നതാണ്. ചാപ്റ്റർ ക്യാപിറ്റൽ മാർക്കറ്റ് അടുത്ത ദിവസം എടുക്കും. ഓക്കെ. അപ്പൊ ഈ പിന്നെ ഈ ഷെയറും ബോണ്ടും, അതായത് ഷെയർ ഇതെല്ലാം എടുക്കും. അതെ, ഇതെല്ലാം നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എടുക്കൂട്ടാ. ഷെയർ, ഇക്വിറ്റി, ബോണ്ട്, ഡിബഞ്ചർ, കൊമേഴ്ഷ്യൽ പേപ്പർ, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. അതെല്ലാം എടുക്കുന്ന ചാപ്റ്റർ ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. നമ്മൾ എടുക്കും. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? ഈ എവർഗ്രീനിങ് അതുണ്ടല്ലോ, ഈ ഓവർ ലെവറേജ്, ആ ഒരു സിറ്റുവേഷൻ, എവർഗ്രീനിങ് ഓഫ് ലോൺ,
അത് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ആക്ഷൻ വന്നിട്ടുണ്ടോ? അതായത് അത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ബാങ്കുകൾക്ക്. എന്താ ഓഡിറ്റിംഗ്? ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബാങ്കിന്റെ അക്കൗണ്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. പലപ്പോഴും ഈ ബാങ്കുകളുടെ ഓഡിറ്റിംഗ് ചെയ്യുക ആ ബാങ്കിന്റെ ആളുകളായിരിക്കും. റീസെന്റ് ഡേയ്സിൽ RBI ഒരു ഗൈഡ് ലൈൻ പറഞ്ഞു, ബാങ്കുകളുടെ ഓഡിറ്റ് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ചെയ്യണം. എന്ന് വെച്ചാൽ ബാങ്കിന്റേതല്ലാത്ത ആളുകൾ ഓഡിറ്റ് ചെയ്യണം എന്ന് പറയും. ബാങ്കിന്റേതല്ലാത്ത ആളുകൾ ഓഡിറ്റ് ചെയ്ത് എന്താ അഡ്വാൻറ്റേജ്? അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ. ഇതാണ് അതിന്റെ സൊല്യൂഷൻ. എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഈസ് ദി സൊല്യൂഷൻ ഫോർ ഓവർ ലിവറേജിംഗ് ഓർ എവർഗ്രീനിങ്. ഓക്കെ അല്ലേ? താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.